വരുന്നു? അപ്പൊ ഇത് എങ്ങനെയാണ് ഇവിടെ എത്തിയത്? അതിനെ പറ്റി ഒന്ന് ബ്രീഫ് ചെയ്തൊന്ന് പറയാമോ? അപ്പൊ എങ്ങനെയുണ്ട്? ഒരു മാസമായിട്ട് ഞാനത്തെ കാര്യമൊന്നും ഫംഗ്ഷനൊക്കെ വണ്ടിയിലേക്ക് നല്ലതിനായിട്ട് ഈ കാലത്ത് നല്ല മെയിനായിട്ട് ഇതായി ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഓരോ റിസ്ക് വലുതായിട്ടുള്ളൂ. സർജറി ചെയ്യണം, റിസ്ക് പഠിച്ചിട്ടുള്ളതാണ്. ക്യാഷായിരുന്നു. വേറെ താല്പര്യം ആയുർവേദത്തിലൊക്കെ ഇടുക്കിയിലൊക്കെ പോയത്. തീരുമാനം കസിൻ്റെയാണ് പറഞ്ഞത്. ഇടയ്ക്ക് ഇഷ്യൂ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വന്നിട്ട് ചെയ്യാനായിട്ട് അങ്ങനെ അവിടെ ഞങ്ങളിവിടെ വന്നു. നമ്മൾ കിട്ടും കഴിഞ്ഞ ആഴ്ച രണ്ടാഴ്ച ഇട്ടുണ്ടോ അത് നമ്മൾ വ്യത്യാസം കൊടുത്തിട്ടുണ്ട്. ഇതായിട്ട് 4% നല്ല ചെയ്തിട്ട് ഇതിട്ടാണ് കിട്ടുന്നത്. ഇതിപ്പം കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ കിട്ടെ എന്നിട്ട് മാറി എന്നെ ചെറിയ നിൽക്കുമ്പോൾ ചെറിയ വേദന അതാണ് പിന്നെ വേറെ കുഴപ്പമില്ല. ജോലിയുടെ ഒരു സ്വഭാവമുണ്ട്. ടൂ വീലർ ഒരുപാട് യൂസ് ചെയ്യേണ്ട ജോലിയാണ്. എത്ര ശതമാനം ഒരു മാറ്റത്തിലേക്ക് എത്തിയിട്ടുണ്ട്? മാറ്റം എത്തിയിട്ടുണ്ട്. ഒത്തിരി മാറ്റം. ഭയങ്കര വിഷമിച്ചാണ് വന്നേ. വന്നപ്പോ ഭയങ്കര ഓപ്പറേഷൻ പറഞ്ഞുകൊണ്ട് അവർ ഭയങ്കര വിഷമിച്ചാ വന്നത്. ഞാൻ പറഞ്ഞ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇപ്പൊ സ്ഥിരം ഇവിടെ വന്ന കേസാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആശുപത്രി വന്നപ്പോ തന്നെ ഇരുന്ന് കണ്ടപ്പോ തന്നെ അവർക്ക് സന്തോഷമായി. ഇരിക്കാൻ പറ്റാതെ വന്നിട്ട് ഇരുന്ന് കണ്ടപ്പോ തന്നെ അവർക്ക് ആശ്വാസമായ പോയി കഴിഞ്ഞ ആഴ്ച. 407 വെയിറ്റ് കുറച്ച് ഹോസ്പിറ്റൽ സാധ്യത കുറച്ച് പേടിയൊക്കെ മനസ്സിലായില്ല. പിന്നെ നല്ലൊരു ഓപ്ഷൻ കുറച്ച് നമുക്കൊരു പേടി ഉണ്ടാവില്ല. പഠിച്ചിട്ടുണ്ടാവുമല്ലോ ഹോസ്പിറ്റലിൽ പറഞ്ഞത് ശരിയാണ്, നല്ല പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പയ്യെ കടന്നു പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് അവരങ്ങനെ പെട്ടെന്ന് പറഞ്ഞത്. ദിവസം അയച്ചു നിലവിൽ കുഴപ്പമൊന്നുമില്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ജീവിതശൈലി ക്രമീകരണമാണ് ഇവിടെ നടത്തേണ്ടത്. എക്സസൈസ് ചെയ്യുക, ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഒഴിവാക്കുക, ആഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ആഡ് ചെയ്യുക കേട്ടോ. എപ്പോൾ ശ്രദ്ധിക്കുന്നത് മദ്യപാനം ഒരിക്കലും പറ്റില്ല. ആദ്യം ഡോക്ടറോട് പറയണം മദ്യപാനം വലിയ പറ്റത്തില്ല. കാരണം മദ്യപിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞരമ്പുകൾ പെട്ടെന്ന് തളരും. അതിന് ഡിസ്ക് വീണ്ടും കളിച്ചാനുള്ള ചാൻസസ് ഉണ്ട്. അവിടെ നമ്മൾ വലിച്ചു കഴിയുമ്പം സ്ട്രോങ് ആക്കി നിർത്തിയത് പോലെ. അപ്പോൾ വെള്ളം അടിക്കുമ്പോൾ മദ്യപിക്കുമ്പോൾ കുഴപ്പമൊക്കെ തിരിഞ്ഞ് നമ്മുടെ ഈ ഞരവുകൾ പെട്ടെന്ന് തളർന്നു പോകും. തളർന്നു പോകുന്ന സമയത്ത് വെട്ടുകൾ അടിക്കും, അടുത്തേക്ക് വീണ്ടും കളിച്ചു വരും. ഇതൊരിക്കലും പറ്റത്തില്ല.